ശരി, ഇപ്പോൾ അർജുൻ വലിയ തന്നെ ടെലിഫോൺ ലൈനിൽ ഗൗരവത്തോടുകൂടി സർക്കാർ ചേരുന്നുണ്ട്. അർജുൻ നോക്കിക്കാണണമെന്ന് പറയുകയാണ്. അർജുൻ താങ്കൾക്ക് സർവകലാശാലയിൽ തുടർന്ന് പഠിക്കുവാനുള്ള അവസരമുണ്ട്. ഇപ്പോൾ മന്ത്രി അക്കാര്യം പറയുകയും ചെയ്തു, താങ്കളെ തിരിച്ചു വിളിക്കണം എന്ന്. പക്ഷേ ഇവിടെ വൈസ് ചാൻസലർ പറയുന്നത്, ഡോക്ടർ ബി അശോക് പറയുന്നത്, താങ്കൾ ഇത് തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ചു എന്നുള്ളതാണ്. താങ്കൾ ഫീസ് ഇളവ് കിട്ടുന്ന ഒരു വിദ്യാർത്ഥിയാണ്, അതുകൊണ്ട് ആദ്യം ഫീസ് അടയ്ക്കണം, പിന്നീട് റീഇംബേഴ്സ്മെന്റ് ആണ് വരുന്നത് സർക്കാർ ഗ്രാന്റ് നൽകുന്നതിനനുസരിച്ച് എന്ന്. ഇക്കാര്യം അറിയാൻ വയ്യായിരുന്നോ? ബി സിയുടെ വിശദീകരണമാണിത്. അറിയായിരുന്നു. ഈ ഗ്രാൻസ് കിട്ടുന്ന അറിയായിരുന്നു. നല്ല എക്കോ ഉണ്ടല്ലോ, കേൾക്കുന്നില്ല. പറഞ്ഞോളൂ. ഈ ഗ്രാൻസ് കിട്ടുന്ന അറിയായിരുന്നു. പക്ഷേ എനിക്ക് സമയമില്ലേ, പറയാൻ സമയമില്ലേ? ഉണ്ട്, പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞോളൂ. ഓക്കെ. ഈ ഗ്രാൻസ് കിട്ടുന്ന അറിയായിരുന്നു. പക്ഷേ ഇവർക്ക് ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല ഈ ഗ്രാൻസ് എപ്പോഴാ കിട്ടുകയെന്ന്. അതായത് ഇത്രയും സ്റ്റുഡൻസ് ഇപ്പൊ എന്റെ കൂടെയുള്ള സ്റ്റുഡൻസ് ഇന്ന് ജോയിൻ ചെയ്യാണ്. ഏകദേശം 88,000 89,000 രൂപ അവരടയ്ക്കണം. ഇന്ന് കയറുന്നതിന് മുമ്പ് അത്ര എമൗണ്ട് അടയ്ക്കണം അവര്. ഈ ഗ്രാൻസ് വഴി ഈ ഫണ്ട് തിരിച്ചു കിട്ടായിരിക്കും. അപ്പൊ അവരെ പാരന്റ്സിന് ഒറ്റയടിക്ക് ഇതുപോലൊരു എമൗണ്ട് എവിടെ നിന്ന് ഉണ്ടാക്കാൻ പറ്റും? ഈ ഗ്രാൻസ് വഴി തിരിച്ചു കിട്ടായിരിക്കും. എനിക്ക് അതിൽ വിശ്വാസമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് എന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ കോളേജിൽ നിന്ന് ടി സി വാങ്ങി ഇറങ്ങിയത്. അല്ലാതെ വേറെ ഒരു എന്താ പറയാ ഒരു ശക്തിന്റെ പ്രേരണ ഉണ്ടെന്നല്ല ഞാൻ ഇറങ്ങിയത്. ഞാൻ ഒരു കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഡിപ്ലോമ കഴിഞ്ഞിട്ടുണ്ട്. അതിലും ഞാൻ ഈ ഗ്രാൻസിന് ഇറങ്ങുന്നതായിരുന്നു. പക്ഷെ അന്ന് ഈ ഗ്രാൻസിനെ വെച്ചിട്ട് ആ കോഴ്സ് എന്റെ 3 കൊല്ലത്തിനടുത്ത് ആയി. എനിക്ക് ഇതുമായിട്ട് ഈ ഗ്രാൻസിന്റെ ഫണ്ട് കയറിയിട്ടില്ല. അപ്പൊ ഞാൻ എന്ത് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കോളേജിൽ കയറിയിട്ട് എനിക്ക് ഈ ഗ്രാൻസ് കിട്ടുന്ന വിചാരിക്കുന്നത്? ആ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിക്കും ഈ ഗ്രാൻസ് കിട്ടിയിട്ട് പഠിക്കാന്നുള്ള ഒരു ഇതില്ല. അതായത് യൂണിവേഴ്സിറ്റിക്ക് പറയാ ഞങ്ങൾ ഈ ഗ്രാൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഞങ്ങള് സീനിയേഴ്സിന് തന്നെ ഇപ്പൊ ആ കോളേജിൽ പഠിക്കുന്ന സീനിയേഴ്സിന് തന്നെ ഈ ഗ്രാൻസ് ഒരു 1 ഇയറിന്റെ മുകളിൽ തന്നെ കിട്ടാണ്ടെന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോ. എനിക്ക് എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് ഈ ഗ്രാൻസ് കിട്ടിയിട്ടില്ല. അല്ല, ഈ ഗ്രാന്റിന്റെ കാര്യവും പറയുമ്പോൾ മറ്റൊന്നു കൂടി ഉണ്ടല്ലോ അർജുൻ. ഇപ്പോൾ താങ്കൾ ചേരുന്ന സമയത്ത് പ്രോസ്പെക്ടസിൽ പറഞ്ഞിരുന്നത് 12,500 അല്ലേ? അങ്ങനെയായിരുന്നില്ലേ ട്യൂഷൻ ഫീ? അങ്ങനെ എന്തോ ആണ്. അതായത് ഞാൻ കോളേജിൽ എത്തിയപ്പോഴാണ് ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചത്. അല്ല, ഞാൻ പറയട്ടെ, അപ്പോൾ കോളേജിൽ എത്തിയപ്പോൾ തന്നെ ഈ 48,000 രൂപ ട്യൂഷൻ ഫീസായിട്ട് അടയ്ക്കേണ്ടി വന്നു. അതാണല്ലോ നിലവിൽ വർദ്ധിപ്പിച്ച ഫീസ് എന്ന് പറയുന്നത്. സെമസ്റ്റർ 1-ന് 48,000 രൂപയാണല്ലോ. അതാണോ താങ്കൾ അടച്ചത്? അതായത് ഞാൻ കോളേജിലേക്ക് കയറിയപ്പോ മൊത്തം എമൗണ്ട് ഞാൻ അടച്ചത് 39,000 രൂപയായിട്ടാ അടച്ചത്. പല വിഭാഗങ്ങളിലുണ്ടല്ലോ, ട്യൂഷൻ ഫീ കൊടുക്കണം, പിന്നെ കോഷൻ ഡെപ്പോസിറ്റ്, അങ്ങനെ പല ഹെഡിലുണ്ടല്ലോ. അതിന്റെ കറക്റ്റ് ഡീറ്റെയിൽസ് എനിക്ക് ഇത് നോക്കേണ്ടി വരും. അത്ര എമൗണ്ട് ഞാൻ അടച്ചിട്ടുണ്ട്. അത് എന്നെ പോലുള്ള എല്ലാ സ്റ്റുഡൻസും അവിടെ അടച്ചിട്ടുണ്ട്. അത് ഞാൻ പറയുന്നത്, താങ്കൾ പ്രോസ്പെക്ടസിൽ പറയുന്ന പ്രകാരമാണെങ്കിൽ അത് 15,000-ൽ താഴെ അടച്ചാൽ മതിയായിരുന്നു അല്ലേ? അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കറക്റ്റ് വിചാരിച്ചത് എന്താ, അതായത് ഇപ്പൊ ഒരു ഇയർ വൈസിലുള്ള ഒരു പൈസ ആയിരിക്കും ഞാൻ വിചാരിച്ചത്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് ഇതിന്റെ എല്ലാം ഒരു മാറി ചിന്തിച്ചു തുടങ്ങിയത്. കാരണം എന്താ വെച്ചാൽ ഈ യൂണിവേഴ്സിറ്റിയിൽ അതായത് ഒരു അഗ്രികൾച്ചർ പഠിക്കാൻ ഇത്രയും ഫീസിന്റെ ആവശ്യമുണ്ടോ? അതായത് ഫീസ് ഇളവ് ഉണ്ടാവുമായിരിക്കും, യൂണിവേഴ്സിറ്റി കടത്തിലായിരിക്കും. ഓക്കെ, നമുക്ക് മനസ്സിലാക്കാം യൂണിവേഴ്സിറ്റി കടത്തിലായിരിക്കും. പക്ഷെ ആ കടം തീർക്കേണ്ടത് ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? സ്റ്റുഡൻസിന്റെ മേലിൽ ബാധ്യതയായിട്ടാണോ അവർ ചെയ്യേണ്ടത്? ഫീസ് ഇളവ് ഓക്കെ നല്ലതാണ്, നല്ല കാര്യം തന്നെയാണ്. ഫീസ് ഇളവ് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഇത് ഇത്രയൊരു എമൗണ്ട്, ഹ്യൂജ് ആയിട്ടുള്ള ഒരു എമൗണ്ട് നമ്മൾ അടയ്ക്കണം. ഇത് മാത്രമാണോ? അതായത് നമ്മൾ 6 മാസത്തേക്ക് അവിടെ നിൽക്കുന്ന ഓരോ സ്റ്റുഡൻസിനും നമ്മൾ ഹോസ്റ്റൽ ഫീസ് അടയ്ക്കണം. ഇതൊക്കെ നമ്മുടെ ബേസിക് നീഡ്സ് ആണ്. ഇത് നമ്മൾ അടച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഒരു നിലനിൽപ്പുണ്ടാവും. ഇത് ഈ എമൗണ്ട് തിരിച്ചു കിട്ടായിരിക്കും. നമുക്ക് ആവശ്യമുള്ളപ്പോൾ തിരിച്ചു കിട്ടണ്ടേ? അല്ലാതെ നമ്മുടെ പാരന്റ്സ് ഒരുപാട് കഷ്ടപ്പെടും. അല്ലെങ്കിൽ ഇത് പോയിട്ട് ഒരു ഗവൺമെന്റ് കോളേജിൽ നിന്നോ അല്ലെങ്കിൽ ബാങ്ക് അങ്ങനെ എന്തെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഇത് ലോൺ എടുക്കേണ്ടി വരും. ആ ലോൺ ശരിയാണ് അർജുൻ. പക്ഷേ താങ്കളുടെ പ്രശ്നം എന്ന് പറയുന്നത് അത് ഈ ഗ്രാന്റിന്റെ കാര്യത്തിലാണ്. താങ്കൾക്ക് അത് തിരിച്ചു കിട്ടുമായിരുന്നു, പക്ഷെ താങ്കൾക്ക് അത് തിരിച്ചു കിട്ടില്ല എന്ന് താങ്കൾ മുൻ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കി. അതുകൊണ്ട് താങ്കൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തു, അതല്ലേ കാര്യം? 100%. ഞാൻ എനിക്ക് വേണ്ടിയല്ല ആ വീഡിയോ ചെയ്തത്. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കണം. എനിക്ക് വേണ്ടിയല്ല ഞാൻ ആ വീഡിയോ ചെയ്തത്. ഞാൻ ഇപ്പോഴും പറയും, എനിക്ക് വേണ്ടിയല്ല. എനിക്ക് വേണ്ടിയാണെങ്കിൽ ആ വീഡിയോ ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ്, അതായത് ടി സി വാങ്ങുന്നതിന് മുമ്പ് എനിക്ക് ചെയ്യായിരുന്നു. ഞാൻ ചെയ്തത് ബാക്കിയുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഇത് മന്ത്രി വരെ, അതായത് അത്യാവശ്യം ഒരു മീഡിയ അറ്റൻഷൻ കിട്ടിയപ്പോ അവർക്ക് എന്താണെങ്കിലും ഇതിൽ ഇടപെടാതിരിക്കാൻ പറ്റില്ല. ഇത്രയും ഫീസ് കൂട്ടുമ്പോ, അതായത് ഈ കൂട്ടുന്ന ആരൊക്കെ കൂട്ടിയാൽ എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അവർക്ക് ഒന്ന് ചിന്തിച്ചുകൂടായിരുന്നു, ഇത് കുട്ടിയെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന ഫീസല്ല. അതായത് എന്തെങ്കിലും അല്ലാത്തൊരു മാർഗം കണ്ടെത്താൻ പറ്റൂലായിരുന്നു. അതൊക്കെയാണ് എന്റെ ചോദ്യം. ഇപ്പോഴത്തെ താങ്കളോട് തിരിച്ചു ചെല്ലണമെന്നും താങ്കളെ തിരിച്ചെടുക്കണമെന്നും സർവകലാശാല അധികൃതരോട് കാർഷിക മന്ത്രി പി പ്രസാദ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. താങ്കൾ അത് പ്രകാരം തിരിച്ച് പ്രവേശനം നേടുമോ? ഈ ഫീസ് ഒന്നും വെച്ച് എനിക്ക് പഠിക്കാൻ താല്പര്യമില്ല. എന്റെ ബേസിക് ആയിട്ട് എനിക്ക് താല്പര്യമില്ല. ഈ ഒരു എമൗണ്ട് വെച്ചിട്ട് എനിക്ക് അവിടെ പഠിക്കാൻ താല്പര്യമില്ല. അവർക്ക് അതായത് ആ യൂണിവേഴ്സിറ്റി അണ്ടറിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും അതായത് ആദ്യത്തെ ഫീസ് പോലെ ആക്കോട്ടെ. അപ്പൊ നമുക്ക് തീരുമാനിക്കാം നമ്മൾ പഠിക്കണോ വേണ്ടോ എന്ന്. ഇപ്പൊ ഞാൻ എന്റെ ഒരു റിയാക്ഷൻ വീഡിയോ കൊണ്ടാണ് ഇത്ര എത്തിയെന്ന് എന്റെ ഒരു ഇത്രയും മീഡിയ അറ്റൻഷൻ 2-3 ദിവസത്തിൽ കിട്ടിയത്.
അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരു എന്താ പറയാ ഒരു കള്ളത്തരമായ ഒരു വാഗ്ദാനത്തിലൂടെ എനിക്ക് കിട്ടിയിട്ട് കാര്യമില്ല. കറക്റ്റ് ആയിട്ട് അതായത് ഇത് ഒരുപാട് വിദ്യാർത്ഥികളെ ബാധിക്കുന്ന പ്രശ്നമാണ്. ശരിയാണ്. സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പോലും ഇത്രയും ഫീസ് ഇല്ല. ഇതിന്റെ പകുതി ഫീസ് ഞാൻ കാരണം അത് പുറത്തറിഞ്ഞതിൽ എനിക്ക് അത്യാവശ്യം സന്തോഷമുണ്ട്. അവർക്ക് വേണ്ടി എന്നെ ചെയ്യാൻ പറ്റിയല്ലോ എന്ന്. കാരണം ഞാൻ അവിടുന്ന് TC വാങ്ങി ഇറങ്ങിയ സ്റ്റുഡന്റ് ആണ്. അതായത് എന്നെ പോലെ ഉണ്ടല്ലോ എത്ര കുട്ടികൾ അവിടുന്ന് TC വാങ്ങിയിട്ടുണ്ട് അറിയോ? അതായത് ഈ ഗ്രാന്റിന് അർഹതയില്ലാത്ത വിദ്യാർത്ഥികൾക്ക് ഈ മുഴുവൻ ഫീസ് അടച്ചാലും പിന്നീട് അത് റീഇംബേഴ്സ്മെന്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് ഈ ഫീസ് തന്നെ കൊടുക്കേണ്ടി വരുമല്ലോ, ഈ പറയുന്ന 50,000 രൂപ അല്ലെ? അതിലെന്ത് ന്യായമുള്ളത്? അതപ്പോ നമ്മള് അല്ല ഇപ്പൊ ഇവര് കാർഷിക മേഖലയ്ക്ക് എന്ത് ഒരു ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത്? എന്റെയൊക്കെ ചോദ്യം ഇതാണ്, എന്ത് ഇതാണ് കൊടുക്കുന്നത്? ഇത്രയും ഫീസ് MBBS പഠിക്കാൻ കേരളത്തിൽ ഇത്രയും ചെലവില്ല. അപ്പൊ എങ്ങനെ അഗ്രികൾച്ചറിന് അതിനെക്കാട്ടും മുൻപ് കോഴ്സാണോ? അതായത് അങ്ങനെ പറയല്ല, അത്രയും ഒരു നമുക്ക് വേണ്ടാത്തയോ അല്ലെങ്കിൽ അത്രയും ഹയർ ലെവൽ കോഴ്സ് ആയിട്ടാണോ ഇതിന് അത്രയും ഫീസ്? ശരി, ഇങ്ങനെ ഒരു കാര്യം സമൂഹ മധ്യത്തിൽ ഉയർത്തിക്കാട്ടിയ ഈ വിദ്യാർത്ഥിയെ ഫ്രോഡ് എന്ന് വിളിച്ച് കളിയാക്കുകയുണ്ടായി കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ B അശോക്. അതൊട്ടും ശരിയായില്ല. അർജുന്റെ ശ്രദ്ധയിലും അത് പെടുത്തുകയാണ്. അദ്ദേഹത്തിന്റെ ആദ്യ വാചകം താങ്കൾ ഒരു ഫ്രോഡ് പണി ചെയ്തു എന്നായിരുന്നു അർജുൻ. ശരി, ഓക്കെ, കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ്. എനിക്കറിയാം എന്തെങ്കിലും ചെയ്താൽ നെഗറ്റീവ് എന്താണ് ഉണ്ടാവുന്ന അറിയാം. പക്ഷെ ഞാൻ എന്റെ അനുഭവത്തിലാണ് ഞാൻ അത് ചെയ്തത്. അല്ലാതെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവിടുത്തെ സ്റ്റുഡൻസിന് എന്തെങ്കിലും ഒരു ഉപകാരം എന്റെ ഭാഗത്തുനിന്ന് വേണം തോന്നി ചെയ്തു. അത് എന്നെ കൊണ്ടാവുന്ന പോലെ ഇനിയും ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യും. ശരി, അലോഷി സേവി കൊണ്ടോ ടെലിഫോൺ ലൈനിൽ? അലോഷി ഇല്ല. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. എന്തായാലും കാർഷിക സർവകലാശാലയിൽ ഈ വിദ്യാർത്ഥി ഉന്നയിച്ച ഫീസിന്റെ പ്രശ്നം അത് കേരളം ചർച്ച ചെയ്തു. മന്ത്രിക്ക് ഇടപെടേണ്ടി വന്നു. പക്ഷേ കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ B അശോക് ഇപ്പോഴും പറയുന്നത് ഫീസ് കൂട്ടാതെ തരമില്ല, അല്ലെങ്കിൽ സർവകലാശാല അടച്ചുപൂട്ടുകയാണ് നല്ലത് എന്ന രീതിയിലുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്.